സൈക്കോളജി സീരീസിന്റെ 28ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ചില ആളുകളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് മാർക്കറ്റ് എന്തായാലും മുകളിലേക്കായിരിക്കും, അതുപോലെ തന്നെ ഒരു പ്രത്യേക ലെവൽ വരെ മുകളിലൊക്കെ എത്തിയതിനു ശേഷം ഇവിടുന്ന് അങ്ങോട്ട് മാർക്കറ്റ് എന്തായാലും ഇനി താഴേക്കായിരിക്കും. ഈ രീതിയിലുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരു ട്രേഡർ മറ്റെന്തെല്ലാം ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്താലും ശരി, അതിൽ ട്രേഡിംഗിൽ വിജയിക്കാനുള്ള സാധ്യത 1% പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ കൃത്യമായിട്ട് എല്ലാവരും ഈ രീതിയിൽ തന്നെ ചിന്തിച്ചോണം എന്നൊന്നുമില്ല. ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലായിരിക്കും അവരുടെ പ്രവർത്തികൾ. അതായത് അവരുടെ പ്രവൃത്തി കാണുമ്പോൾ, ട്രേഡിങ്ങിൽ അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവർ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അവർക്ക് അത്രയും ഉറപ്പാണെന്നുള്ള രീതിയിലായിരിക്കും അവരുടെ പല ട്രേഡുകളൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെ ആളുകളെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നതിന് കാരണമാവുന്ന ഒരു കൊഗ്നിറ്റീവ് ബയസിനെ പറ്റിയിട്ടാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രമല്ല ഈ കൊഗ്നിറ്റീവ് ബയസിന്റെ സ്വാധീനം ട്രേഡിങ്ങിൽ സാധാരണ എല്ലാവരും കാണിക്കുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ള പല മിസ്റ്റേക്കുകൾക്കും ട്രിഗർ ചെയ്യുന്നത് കാരണമാവുന്നത് ഈ കൊഗ്നിറ്റീവ് ബയസ് ആണ്. ഇല്യൂഷൻ ഓഫ് കൺട്രോൾ ബയസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കൊഗ്നിറ്റീവ് ബയസ് എന്താണെന്നുള്ളതും എങ്ങനെയാണ് അതിനെ മറികടക്കേണ്ടത് എന്നുള്ളതും നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ഇല്യൂഷൻ ഓഫ് കൺട്രോൾ ബയസ് എന്ന് പറയുന്നത് സാധാരണ ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറേയധികം കാര്യങ്ങൾക്ക് നമുക്ക് പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ ഒന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കും ഇല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കും ആ പ്രവൃത്തിയുടെ റിസൾട്ടിനും, പ്രവൃത്തികൾക്കാണ് നിങ്ങൾക്ക് കൺട്രോൾ, ആ പ്രവൃത്തികളുടെ റിസൾട്ടിന്റെ മുകളിലും നിങ്ങൾക്ക് പൂർണ്ണമായ കൺട്രോൾ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ട് ഒരു ഔട്ട്കമ്മിന്റെ, ഒരു സംഭവത്തിന്റെ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലത്തിന്റെ മുകളിൽ നിങ്ങൾക്ക് വലിയ കൺട്രോൾ ഉണ്ട് എന്നുള്ളത് തെറ്റിദ്ധരിക്കുന്ന, സ്വയമേവ ഒരു ഇല്യൂഷനിലേക്ക് പോകുന്ന മാനസികാവസ്ഥയാണ് ഈ ഇല്യൂഷൻ ഓഫ് കൺട്രോൾ ബയസ് എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവർ കാണുന്ന പല സംഭവങ്ങളും അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളുടെയും, ഏതൊരാളുടെയും ആ സംഭവങ്ങളെയൊക്കെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ പല എക്സ്റ്റേണൽ ഫാക്ടുകളാവാം. ആ പല റിസൾട്ടുകളുടെയും സ്വാധീനം എന്ന് പറയുന്നത്, പല റിസൾട്ടുകളെയും സ്വാധീനിക്കുന്നത് പല രീതിയിലുള്ള എക്സ്റ്റേണൽ ഫാക്ടറുകളാവാം. ബട്ട് സ്റ്റിൽ ഇവർ വിശ്വസിക്കുന്നു ഇവർക്ക് അതിന്റെ റിസൾട്ടിൽ വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത്. ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഈ ഒരു ഇല്യൂഷനിലേക്ക് ആളുകൾ പോകുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, അനാവശ്യമായ സ്ട്രെസ് ആളുകൾ വരുത്തി വെക്കുന്നു അവരുടെ ജീവിതത്തിലുള്ള ഏത് കാര്യത്തിലാണെങ്കിലും, ട്രേഡിങ്ങിലാണെങ്കിലും. അതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ കൊഗ്നിറ്റീവ് ബയസിന്റെ സ്വാധീനത്തിൽ ആളുകൾ എടുക്കുന്ന ഡിസിഷനുകൾ തെറ്റായ, ക്വാളിറ്റി ഇല്ലാത്ത ഡിസിഷനുകളായിട്ട് മാറുന്നു. ജീവിതത്തിലും ട്രേഡിങ്ങിലും ഒരുപോലെ തന്നെ സ്വാധീനമുണ്ട് ഈ ബയസിന്. 1-2 എക്സാമ്പിൾസ് പറഞ്ഞാൽ, നിങ്ങൾക്ക് ചുറ്റുമുള്ള, നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെയൊക്കെ ആളുകളുടെ അടുത്തുനിന്ന് അവരെങ്ങനെ നിങ്ങളോട് ബിഹേവ് ചെയ്യണമെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതല്ലാതെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ അനുസരിക്കാത്ത മകനോ മകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ബിഹേവിയർ അല്ല, നിങ്ങളുടെ ഭർത്താവിൽ നിന്നും ഭാര്യ എക്സ്പെക്ട് ചെയ്യുന്ന ബിഹേവിയർ അല്ല. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് അനാവശ്യമായ സ്ട്രെസ്സും അല്ലെങ്കിൽ അതിൽ നിങ്ങൾ വല്ലാത്ത ഡിസ്കംഫർട്ടും, അമിതമായ ഡിസ്കംഫർട്ടും ഒക്കെ തോന്നുന്നതിന്റെ പക്ഷം നിങ്ങളുടെ ആ എക്സ്പെക്ടേഷന്റെ, ആ ആഗ്രഹത്തിന്റെ ഒക്കെ പിറകിലുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ബയസാണ്. ഈ ഇല്യൂഷൻ ഓഫ് മറ്റുള്ളവരുടെ ബിഹേവിയറിന്റെ മുകളിൽ നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടെന്ന് കരുതുന്നത് കൊണ്ടാണ് നിങ്ങൾ വളരെയധികം നിരാശനാവുന്നത്. നിങ്ങൾ ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ ആളുകൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ പ്രതീക്ഷ എന്ന എലമെന്റിനെ നിങ്ങൾ മുകളിൽ വെച്ചത് അതൊരു പ്രതീക്ഷയാണ്, ആഗ്രഹമാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും അതിന്റെ അപ്പുറം അവിടെ പ്രതീക്ഷയും ആഗ്രഹവും ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന്റെ പിറകിൽ നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങളൊരു ഇല്യൂഷനിലാണ്. മറ്റുള്ളവർ ആ റിസൾട്ടിൽ ഒരാൾ എങ്ങനെ പെരുമാറണം എന്നുള്ള ആ റിസൾട്ടിന്റെ പുറത്ത് നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നത് കൊണ്ടാണ് വലിയ നിരാശയിലേക്ക് നിങ്ങൾക്ക് പോവേണ്ടി വരുന്നത്. ജീവിതത്തിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, ആളുകൾ നിങ്ങളോട് പെരുമാറുമ്പോഴൊക്കെ, കരിയറിലൊക്കെ നിങ്ങൾ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് ഒരു പ്രൊമോഷനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ ആ പ്രൊമോഷൻ നിങ്ങൾ വളരെയധികം എക്സ്പെക്ട് ചെയ്യുന്നു, അടുത്ത തവണ എന്തായാലും നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുമെന്ന് കരുതി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. ആ പ്രൊമോഷന്റെ മുകളിൽ നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടെന്ന് ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഈ കൊഗ്നിറ്റീവ് ബയസിന്റെ സ്വാധീനത്താൽ നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു ചിന്തയുടെ രൂപത്തിലൊന്നും ആയിക്കൊള്ളുന്നില്ല, പക്ഷെ ആ ഒരു മനസ്സിന്റെ അടിയൊഴുക്ക് പോലെ ആ ഒരു പെർസെപ്ഷൻ അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയമാവുമ്പോൾ, പ്രൊമോഷന്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടില്ല, എന്നാൽ മറ്റൊരാൾക്ക് പ്രൊമോഷൻ കിട്ടി എന്ന് വരുമ്പോൾ നിങ്ങൾ വല്ലാത്ത നിരാശയിലേക്ക്, അമിതമായ നിരാശയിലേക്ക്, ഡിപ്രഷനിലേക്ക് നിങ്ങൾ പോകുന്നു. അപ്പൊ അവിടെ ഒരു പക്ഷേ നിങ്ങളുടെ പ്രവൃത്തിയുടെ മുകളിൽ നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടായിരുന്നു,
എന്നാൽ മറ്റൊരാള് അവിടെ അതേ പ്രൊമോഷൻ ആഗ്രഹിച്ചുകൊണ്ട് അയാൾക്ക് നിങ്ങളെക്കാളും സ്കില്ലുണ്ട്, അയാൾ നിങ്ങളെക്കാളും ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സ്കില്ല് പോളിഷ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതേ കാര്യം അയാളും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ അയാളുടെ സ്കില്ലിനെ കുറയ്ക്കാനോ അയാളെ ഹാർഡ് വർക്കിനെ ഇല്ലാതാക്കാനോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതിന്റെ പുറത്ത് നിങ്ങൾക്ക് കൺട്രോൾ ഇല്ല എന്നുള്ളത് കൊണ്ട് ഈ റിസൾട്ടിന്റെ പുറത്തും നിങ്ങൾക്ക് കൺട്രോൾ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ കൺട്രോൾ ഇല്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ജീവിതത്തിൽ പലരും ഇപ്പോ അവനവന്റെ സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ എന്താവണമെന്ന് ആഗ്രഹിച്ചെടുത്താണോ നിങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതൊന്ന് സെൽഫ് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങൾ ആവണമെന്ന് ആഗ്രഹിച്ച സ്ഥലത്താവില്ല മിക്കവാറും ആളുകളും എത്തി നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടും അത് വേറൊന്നും, സംഭവിക്കുന്നത് വേറൊന്നുമാണ്. ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ എടുത്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും ഇതേ കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. പലതിന്റെ മുകളിലും പലതിന്റെ ഔട്ട്കമ്മിന്റെ പുറത്തും നിങ്ങൾക്ക് കൺട്രോൾ ഇല്ല എന്നുള്ളത്. അപ്പൊ ഇത് ലൈഫിൽ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ, ട്രേഡിങ്ങിലേക്ക് പോകുമ്പോൾ ഇതിനേക്കാൾ വളരെ ഭീകരമാണ് ഈ ബയസിന്റെ സ്വാധീനം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ട്രേഡിങ്ങിൽ കൃത്യമായിട്ട് ഏതൊക്കെ ഏരിയകളിൽ ഇത് സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, ഓവർ ട്രേഡിങ്ങിലേക്ക് ആളുകൾ പോകുന്നതിന് ഈ ബയസ് കാരണമാവുന്നുണ്ട്. അതെങ്ങനെയാണ്? ഒരു ഉദാഹരണത്തിന്, ഒരാൾ ആദ്യത്തെ ഒരു ട്രേഡ് എടുത്തു, ആ ട്രേഡ് പ്രോഫിറ്റിലാണെന്ന് കരുതാം. അപ്പൊ അയാൾ അടുത്ത ട്രേഡിലേക്ക് പോകുന്നു, അയാൾ ചിന്തിക്കുന്നത് ഈ പ്രോഫിറ്റ് ഒന്ന് വലുതാക്കാം, മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അയാൾ അടുത്ത ട്രേഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് ഈ കോഗ്നിറ്റീവ് ബയസ് ആണ്. അടുത്ത ട്രേഡിന്റെ റിസൾട്ടിൽ അയാൾക്ക് കൺട്രോൾ ഉണ്ടെന്ന് ഉള്ളിൽ എവിടെയോ അയാൾ വിശ്വസിക്കുന്നു. അടുത്ത ട്രേഡ് ഒരു ജസ്റ്റ് 50-50 ചാൻസ് മാത്രമാണ്. ഞാനിപ്പോൾ ബുക്ക് ചെയ്ത പ്രോഫിറ്റിന്റെ 50% റിസ്ക് എടുത്താൽ 50% പോകാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് അയാൾ ഈ ബയസിന്റെ സ്വാധീനത്തിലാവില്ല അടുത്ത ട്രേഡ് എടുക്കുന്നത്. ഈ ബയസിന്റെ സ്വാധീനമുള്ള ഒരാളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരില്ല. ഇത് അടുത്ത ട്രേഡ് വിജയിച്ചാൽ ഇത് ഡബിൾ ആയാൽ 2000 ഉള്ളത് 4 ആവും, അല്ലെങ്കിൽ 5000 ഉള്ളത് 10 ആവും എന്നുള്ളതിലായിരിക്കും വേണ്ട ഫോക്കസ്. അങ്ങനെ ഒരു ഫോക്കസിലാണ് നിങ്ങൾ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളതെങ്കിൽ, രണ്ടാമത്തെ ട്രേഡ് എടുത്തിട്ടുള്ളതെങ്കിൽ ഈ ബയസിന്റെ സ്വാധീനത്തിലാണ്. അപ്പൊ ഇനി രണ്ടാമത്തെ ട്രേഡ് എടുത്തപ്പോൾ അയാൾ ലോസിലായി എന്ന് കരുതാം. അപ്പൊ രണ്ടാമത്തെ ട്രേഡ് എടുത്തപ്പോൾ ലോസിലായപ്പോൾ അടുത്തത് അയാൾ ചിന്തിക്കുന്നത് ഈ ലോസ് റിക്കവർ ചെയ്യാം എന്ന് കരുതിയിട്ട് അടുത്ത ഒരു ട്രേഡിലേക്ക് കൂടെ ആൾ പോവുകയാണെങ്കിൽ അപ്പോൾ അയാൾ ചിന്തിക്കുന്നത് ലോസ് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് അടുത്ത ട്രേഡിന്റെ, മൂന്നാമത്തെ ട്രേഡിന്റെ റിസൾട്ടിൽ അയാൾക്ക് കൺട്രോൾ ഉണ്ട്, മൂന്നാമത്തെ ട്രേഡ് പ്രോഫിറ്റിലായാൽ ഇത് റിക്കവർ ആവാൻ പറ്റും എന്ന് ചിന്തിക്കുമ്പോൾ അയാളെ പ്രവൃത്തിയിലേക്ക് പോകുന്നതിന്റെ അർത്ഥം അയാള് പുറമേയൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരു മാർക്കറ്റ് ഒരു പ്രോബിലിറ്റി ആണെന്നുള്ളത്, പക്ഷെ അതിനെ അയാൾ ഹൃദയപൂർവ്വം എടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അത് ആക്ഷനിലേക്ക് പോയതും അത് മൂന്നാമത്തെ ട്രേഡ് ഒരു പക്ഷേ വീണ്ടും അയാൾക്ക് അഗെയിൻസ്റ്റ് പോവുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ചിന്തിച്ച് പല പല ട്രേഡുകളിലൂടെ ഒരാൾ പോകാൻ കാരണമാവുന്നു ഈ പെർട്ടിക്കുലർ കോഗ്നിറ്റീവ് ബയസ്, ഇല്യൂഷൻ ഓഫ് കൺട്രോൾ ബയസ് എന്ന് പറഞ്ഞ ബയസ്. അപ്പൊ അത് ഇങ്ങനെയാണ് അത് ഓവർ ട്രേഡിങ്ങിനെ ട്രിഗർ ചെയ്യുന്നത്. മറ്റൊരു ആസ്പെക്ട് എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ടൈമിംഗ്, അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അല്ലെങ്കിൽ അതിനെ പ്രെഡിക്റ്റ് ചെയ്യുകയും എന്നിട്ട് അതിന്റെ ബേസിൽ ട്രേഡ് എടുക്കുകയും ചെയ്യുന്നു. ആ പ്രഡിക്ഷൻ തെറ്റായാൽ വല്ലാത്ത നിരാശയിലേക്ക് പോകുന്നു. ആ പ്രഡിക്ഷൻ, ടൈമിംഗ് എന്ന പ്രഡിക്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ബോട്ടം പ്രെഡിക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ടോപ്പ് പ്രെഡിക്റ്റ് ചെയ്യാനും ഒക്കെ ആയിരിക്കും. എന്റെ എൻട്രി ഏറ്റവും ബോട്ടത്തിൽ നിന്നാവണം, ഏറ്റവും ലോയിൽ നിന്നാവണം എന്ന് കരുതുകയും അതിനും വേണ്ടി മാർക്കറ്റിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ആ ശ്രമം ചിലപ്പോൾ അവർക്ക് പല അവസരങ്ങളും മിസ്സാവും, അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ട് ആ ശ്രമം വേണ്ടത്ര നടക്കില്ല. കാരണം അങ്ങനെ ഒരാൾക്ക് വളരെ കൃത്യമായിട്ട് മാർക്കറ്റിന്റെ ബോട്ടവും ടോപ്പും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. അത് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അയാളുടെ കയ്യിൽ, അയാൾക്ക് അതിന്റെ മേലെ ഒരു നിയന്ത്രണവും ഇല്ല, ഒരു കൺട്രോൾ ഇല്ല, എന്നിട്ടും അയാൾ അതിനു വേണ്ടി ശ്രമിക്കുന്നു. ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും, ട്രേഡിങ്ങിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റും. ആ ശ്രമത്തിന്റെ ഫലമായിട്ട് അയാൾക്ക് ഉണ്ടാവുന്ന റിസൾട്ടുകൾ അയാൾ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് വരുത്തി വെക്കേണ്ടി വരും. അപ്പൊ ഇവിടെ മാർക്കറ്റിന്റെ ബോട്ടം ടോപ്പും ടൈം ചെയ്യാനുള്ള ശ്രമം എന്ന് പറയുന്നത് ഈ കോഗ്നിറ്റീവ് ബിഹേവിയറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മറ്റൊന്ന്, മാർക്കറ്റിന്റെ ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളും അതിൽ വല്ലാതെ വിശ്വസിക്കുന്ന ആളുകളും ഒക്കെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അവരെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത് ഇതേ പറഞ്ഞ കോഗ്നിറ്റീവ് ബയസ് ആണ്. അപ്പൊ മാർക്കറ്റ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഉദാഹരണം പോലെ നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള ചില ആളുകൾ, നമ്മുടെ പ്രോഗ്രാമിന്റെ ആദ്യത്തെ 1-2 ആഴ്ചകളിലൊക്കെ ആ ഒരു മെന്റാലിറ്റി വെച്ച് പുലർത്തിയ ചില ആളുകളെയൊക്കെ ഞാൻ ഓർക്കുന്നു. അപ്പൊ അവരൊക്കെ ചിലർ പറഞ്ഞ കാര്യമാണ്, ചില കാര്യങ്ങളൊക്കെ ചാർട്ട് കാണിച്ചിട്ട് ഇവിടുന്ന് എന്തായാലും മാർക്കറ്റ്, അവരുടെ സെറ്റപ്പ് എൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാണ്, ഇവിടുന്ന് അങ്ങോട്ട് മാർക്കറ്റിന് എന്തായാലും മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ അവിടുന്ന് എന്തായാലും താഴേക്ക് വരും. അപ്പൊ അങ്ങനെ അവരുടെ ഡയറക്ഷൻ അവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ പ്രോഗ്രാമിൽ മുന്നോട്ട് പോയതോടുകൂടി ആ ഒരു അവരുടെ സമീപനം
മാറി എന്നുള്ളത് മറ്റൊരു വസ്തുത. അപ്പൊ ഇങ്ങനെ ഡയറക്ഷൻ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ശ്രമിക്കുന്നത് മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത് ഒരാൾക്ക് പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ് എന്നിരിക്കെ അത് ആ ഡയറക്ഷൻ പ്രഡിക്റ്റ് ചെയ്യുന്നതിൽ തനിക്ക് കൺട്രോൾ ഉണ്ട് എന്നുള്ള ഒരു ഇല്യൂഷനിലാണ് അയാൾ അതിന് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അത് അയാളുടെ ആ ഡിസിഷനെ കോംപ്ലിക്കേറ്റഡ് ആക്കും. ആ ഡിസിഷൻ ശരിയായിട്ടില്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സിലേക്ക് ആള് പോവുകയും ചെയ്യും. മറ്റൊന്ന്, ഇപ്പൊ ഒരു ആള് ഒരു ടാർഗറ്റ് വെച്ചു. അപ്പൊ ആ ടാർഗറ്റിലേക്ക് ചില ആളുകളിൽ കണ്ടുവരുന്ന ഒരു നേച്ചറാണ്. അപ്പൊ ആ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് എത്തി എന്ന് കരുതുക. അയാൾ ഉദ്ദേശിച്ച ടാർഗറ്റിൽ എത്തിയ സമയത്ത് പെട്ടെന്ന് അയാൾക്ക് തോന്നുന്നു മാർക്കറ്റ് വളരെ സ്ട്രോങ് ആണ്, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്, ഇത് ഇനിയും മുകളിലേക്ക് പോകുമെന്ന് കരുതി അയാൾ ടാർഗറ്റ് റിമൂവ് ചെയ്തിട്ട് ടാർഗറ്റ് വീണ്ടും മുകളിലേക്ക് വയ്ക്കുക. ഇങ്ങനെ ഒരു ബിഹേവിയർ ഒരാൾ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ബിഹേവിയറിലേക്ക് അയാളെ എത്തിച്ചതും ഈ പറഞ്ഞ ഇല്യൂഷൻ ഓഫ് കൺട്രോൾ ബയസ് ആണ്. അയാൾക്ക് അയാളുടെ ടാർഗറ്റിൽ എത്തി അവിടുന്ന് മാർക്കറ്റ് താഴേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിൽ ഒരു അല്പമെങ്കിലും വന്നിരുന്നെങ്കിൽ പോലും അതിനേക്കാൾ മുകളിൽ അയാളുടെ ഉള്ളിൽ നിൽക്കുന്നത് ഏതാണ്? ഇനിയും മുകളിലേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പൊ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ആ ഐഡിയയാണ്. അവിടെ ആ റിസൾട്ടിൽ അല്ലെങ്കിൽ ടാർഗറ്റിന്റെ മുകളിൽ അയാൾക്ക് കൺട്രോൾ ഉണ്ട് എന്ന ഭാവത്തിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇതെല്ലാം ചിന്തകളുടെ രൂപത്തിൽ തന്നെ ആയിക്കൊള്ളുന്നില്ല. ആളുകൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ രൂപത്തിൽ ആ പ്രവൃത്തികൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് അയാളുടെ ഉള്ളിലുള്ളത് ഏത് ബയസാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതിന് സമാനമാണ് ഇപ്പൊ സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം അടുത്ത ഈ ബയസിന്റെ സ്വാധീനമുള്ള ഒരു ഏരിയയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നുള്ളത്. സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം ആ സ്റ്റോപ്പ് ലോസിലേക്ക് എത്തുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് ഒരാൾ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അയാൾ വിശ്വസിക്കുന്നത് മാർക്കറ്റ് താഴെ പോയതിനു ശേഷം ഇനി മുകളിലേക്ക് എന്റെ ടാർഗറ്റിലേക്ക് തിരിച്ചു വരും എന്നാണ്. അപ്പൊ താഴേക്ക് പോകുമെന്നുള്ള വിശ്വാസമാണ് കൂടുതലെങ്കിൽ അയാൾ ആ സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ചെയ്യും. താഴേക്ക് പോകുമെന്ന ചെറിയൊരു ഭയമൊക്കെ വരുന്നുണ്ടെങ്കിലും അപ്പോഴും അയാളുടെ കൂടിയ വിശ്വാസം എന്ന് പറയുന്നത് മാർക്കറ്റ് തിരിഞ്ഞു പോയിട്ട് അയാളുടെ ടാർഗറ്റിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പൊ അവിടെ ആ റിസൾട്ടിൽ അയാളുടെ ഉദ്ദേശിച്ച ഡയറക്ഷനിലേക്കുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റിൽ അയാൾക്ക് കൺട്രോൾ ഉണ്ടെന്ന് അയാൾ ഒരു ഇല്യൂഷനിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അയാൾ അങ്ങനെ പ്രവർത്തിക്കുന്നത്. റിസ്ക് മാനേജ് ചെയ്യുന്ന കാര്യത്തിലും ആളുകളിൽ ഈ ബയസിന്റെ സ്വാധീനമുണ്ട്. ഒരാള് ആദ്യത്തെ ഒരു 3 ട്രേഡ് ലോസ് ബുക്ക് ചെയ്തു എന്ന് കരുതാം. ആ 3 ട്രേഡുകളിൽ ആദ്യത്തെ ട്രേഡിൽ 1000, രണ്ടാമത്തെ ട്രേഡിൽ 1000, മൂന്നാമത്തെ ട്രേഡിൽ 1000 വെച്ചിട്ട് ആള് 3000 രൂപ ലോസ് ചെയ്തു. എല്ലാ ട്രേഡിലും 1000 ആണ് ബുക്ക് ചെയ്തത്. നാലാമത്തെ ട്രേഡിൽ അയാൾ ചിന്തിക്കുന്നത് ഈ ട്രേഡിൽ 3000 രൂപയുടെ റിസ്ക് എടുത്തിട്ട് ട്രേഡ് ചെയ്യാം, അപ്പോൾ ആദ്യത്തെ 3 ട്രേഡിലും ലോസ് റിക്കവർ ചെയ്യാൻ പറ്റും എന്ന് കരുതിക്കൊണ്ടാണ് അയാൾ അടുത്ത ട്രേഡിലേക്ക് എൻ്റർ ചെയ്തതെങ്കിൽ ഉറപ്പിച്ചോളൂ, അയാളെ അങ്ങനെ എൻട്രി എടുക്കാൻ ട്രിഗർ ചെയ്ത എലമെന്റുകളിൽ ഒന്ന്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള പല എലമെന്റുകൾ ഉണ്ടാവും. ആ എലമെന്റുകളിൽ ഒന്ന് ഈ പറഞ്ഞ ഇല്യൂഷനാണ്, ഇല്യൂഷൻ ഓഫ് കൺട്രോൾ ബയസ്. അതെല്ലാം അടുത്ത ട്രേഡ് ഒരു പ്രോബബിലിറ്റി മാത്രമാണ് ചിന്തിക്കുന്ന ഒരാൾ ഒരിക്കലും ഈ റിസ്ക് പെട്ടെന്ന് മാറ്റിക്കൊണ്ട് ഒരു വലിയ റിസ്ക് എടുക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് മൊമെന്ററി ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പല കാര്യങ്ങളുടെ പിറകിലും ഇത്തരത്തിലുള്ള പല ബയസുകളുടെയും സ്വാധീനമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെയുള്ള പ്രധാനമായിട്ടും പ്രത്യക്ഷമായിട്ട് ഇത്തരത്തിലൊക്കെയുള്ള റിഫ്ലക്ഷനാണ് ട്രേഡിങ്ങിൽ ഈ ബയസിൻ്റെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബയസുകളെ മറികടക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അക്നോളജ് ദ അൺസർട്ടനിറ്റി എന്നുള്ളതാണ്. അത് ജീവിതത്തിലാണെങ്കിലും ശരി, ട്രേഡിങ്ങിലാണെങ്കിലും ശരി. അതല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സിലേക്ക്, റോങ് ആയിട്ടുള്ള ഡിസിഷനിലേക്ക് നിരന്തരം നിങ്ങൾ അത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ജീവിതത്തിൽ 100% സേർട്ടൺ ആയിട്ടുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ഡെത്താണ്, മരണമാണ്. ജനിച്ച ഒരാള് ഒരിക്കലും മരിക്കണം. ഈ ജനനത്തിനും മരണത്തിനും ഇടയിൽ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും പലതും സേർട്ടൺ ആണെന്ന് തോന്നുമെങ്കിലും പലതിലും അൺസേർട്ടനിറ്റി ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് റോട്ടിലിറങ്ങി ഓഫീസിലെത്തുന്ന സമയം ഓഫീസിലെത്തും എന്നുള്ള ഒരു സേർട്ടനിറ്റിയിലാണ് നിങ്ങൾ പോകുന്നത്. എന്നാൽ ആ സേർട്ടനിറ്റിയിൽ പോലും ഇന്ത്യയിൽ നടക്കുന്ന റോഡ് ആക്സിഡന്റുകളുടെ കണക്കും ഇന്ത്യയിൽ ഒരു ദിവസം ആവറേജ് എത്ര ട്രാവൽ നടക്കുന്നു എന്നുള്ളതിന്റെ എണ്ണവും പരിശോധിച്ചു കഴിഞ്ഞാൽ റോട്ടിലിറങ്ങുന്ന ഓരോ ആളും 0.0300001% റിസ്കിലാണ് റോഡിൽ. അപ്പൊ അതായത് നിങ്ങൾ ആ ടാസ്ക് ഏറെക്കുറെ സേർട്ടൺ ആണ്, 99
9.99% സെർട്ടൺ ആണ്. ബട്ട് സ്റ്റിൽ അവിടെ 0.001% നിങ്ങൾ റിസ്കിലാണ്. അങ്ങനെ എല്ലാ ജീവിതത്തിൽ എന്ത് കാര്യം എടുത്താലും അങ്ങനെയുള്ള റിസ്ക് അല്ല, അൺസർട്ടൺ ആണെന്ന് പറയാം. റിസ്ക് തന്നെയാണ് ഈ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ട്രേഡിംഗ് എന്ന് പറയുന്നത് ജീവിതമേ അങ്ങനെയാണെങ്കിൽ അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്യുക, ഹൃദയപൂർവ്വം അത് മനസ്സിലാക്കുക, അതിനെ ഉൾക്കൊള്ളുക. ട്രേഡിംഗ് എന്ന് പറയുന്ന പ്രോബബിലിറ്റിയുടെ മാത്രമായ ഒരു ബിസിനസ്സിൽ, പ്രോബബിലിറ്റിയുടെ മാത്രമായ ഒരു ലോകത്ത് നിങ്ങളുടെ ഓരോ ഡിസിഷനും ഓരോ ആക്ഷനും ഇവിടെ ജസ്റ്റ് പ്രോബബിലിറ്റി മാത്രമാണ്. അത് ഉൾക്കൊള്ളുക, അൺസർട്ടനിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യുക, അക്നോളജ് ചെയ്യുക. അപ്പൊ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാം എന്ന് പറയുമ്പോഴും നിങ്ങളുടെ പ്രവൃത്തിയിൽ അത് കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അത് കേട്ടിട്ടേ ഉള്ളൂ, അത് നിങ്ങളുടെ വെറും ഒരു അറിവ് മാത്രമാണ്, അത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുത്തിട്ടില്ല, അത് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിന്റെ ഭാഗമല്ല. അപ്പൊ അതിനെ ഹൃദയത്തിലേക്ക് എടുക്കുക. ഇനി മുതൽ അത് നിങ്ങളുടെ ഒരു ബിലീഫ് സിസ്റ്റം ആക്കി. നെഗറ്റീവായിട്ടുള്ള പല ബിലീഫ് സിസ്റ്റം നമ്മൾ അറിയാതെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിനെ അറിഞ്ഞുകൊണ്ട് ഈ ബിലീഫ് സിസ്റ്റത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഇതൊരു സെർട്ടനിറ്റി ആണെന്നുള്ളത്. അപ്പൊ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അതാണ്, ആക്സെപ്റ്റ് ദ, അക്നോളജ് ദ അൺസർട്ടനിറ്റി എന്നുള്ളത്. രണ്ടാമത്തത്, നിങ്ങളുടെ ഡിസിഷനുകളൊക്കെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷനുകളായിരിക്കണം നിങ്ങൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങളൊരു കാര്യത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയുടെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത്, അല്ലെ? ഇപ്പൊ ട്രേഡിംഗിലേക്ക് വരുമ്പോഴും അതിൽ ഒരു റിസൾട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് പല ഡിസിഷനുകളും. ആ ഡിസിഷനൊക്കെ എവിഡൻസ് ബേസ്ഡ്, ഡേറ്റാ ബേസ്ഡ് ആക്കാം. എന്താണ് അപ്പൊ ട്രേഡിംഗിലുള്ള മേജർ ഡിസിഷൻസ് എന്തൊക്കെയാണ്? എപ്പോ എൻട്രി എടുക്കണം എന്നുള്ളത് മേജർ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളത് മേജർ ആയിട്ടുള്ള മറ്റൊരു ഡിസിഷനാണ്. എവിടെ ടാർഗറ്റ് വെക്കണം എന്നുള്ളത് മേജർ ആയിട്ടുള്ള ഡിസിഷനാണ്. മാർക്കറ്റിന്റെ ഡയറക്ഷൻ, ഞാൻ ഏത് സൈഡിലേക്ക് നിൽക്കണം, മാർക്കറ്റ് ഈ അടുത്ത ഒരു മണിക്കൂറിലേക്ക് നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ അടുത്തൊരു മണിക്കൂർ മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ആ ഡിസിഷൻ, നിങ്ങൾ ഏത് സൈഡിൽ നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന ഡിസിഷനാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ 4 ഡിസിഷനുകൾ ചേർന്നതാണ് ഒരാളുടെ ട്രേഡിംഗ് കരിയർ എന്ന് പറയുന്നത്. ഈ 4 ഡിസിഷനുകൾ, ഈ മേജർ ആയിട്ടുള്ള 4 ഡിസിഷനുകളും എവിഡൻസ് ബേസ്ഡ് ആവണം. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് എൻട്രി എടുക്കാൻ വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ എൻട്രി എടുക്കാൻ വിചാരിക്കുമ്പോൾ, അങ്ങനെ എൻട്രി എടുത്താൽ അതൊരു കൂടിയ പ്രോബബിലിറ്റി ആണ് എന്നുള്ളതിന്റെ തെളിവ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അത് 100% ഉറപ്പുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കിട്ടില്ല മാർക്കറ്റിന്, പ്രോബബിലിറ്റി വേണ്ടാണ്. എന്നാൽ അതൊരു കൂടിയ പ്രോബബിലിറ്റിയാണ്. ആദ്യത്തെ 15 മിനിറ്റിന്റെ മുകളിൽ ഉള്ള ക്യാൻഡലിന്റെ വിക്ക്, ആദ്യത്തെ 15 മിനിറ്റ് ക്യാൻഡലിന്റെ വിക്ക് ബ്രേക്ക് ചെയ്താൽ, ORB, ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്താൽ, അങ്ങനെ ഞാൻ ട്രേഡ് എടുക്കുകയാണെങ്കിൽ അവിടെ ഞാൻ എൻട്രി എടുത്താൽ, അങ്ങനെ കുറെ തവണ ഞാൻ ട്രേഡ് എടുക്കുന്നതിൽ കൂടുതൽ തവണയും അത് വിജയിക്കും എന്നുള്ളതിന്റെ എവിഡൻസ് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവണം. അപ്പോഴാണ് ആ ഡിസിഷൻ, അങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ള ഡിസിഷൻ എവിഡൻസ് ബേസ്ഡ് ആവുന്നത്. അതേപോലെ നിങ്ങൾ ടാർഗറ്റ് ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ, ഞാൻ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ടാർഗറ്റ് വെച്ചാൽ, ഞാൻ എൻട്രി എടുക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് ഇത്ര പോയിന്റ് ടാർഗറ്റ് വെച്ചാൽ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ടാർഗറ്റ് വെച്ചാൽ, അത് ഒരു കൂടിയ പ്രോബബിലിറ്റി ആണ്. ഞാൻ എടുക്കുന്ന ട്രേഡുകളിൽ കൂടുതൽ തവണയും എന്റെ ഡയറക്ഷൻ ശരിയായി കഴിഞ്ഞാൽ അവിടെ വരെ മാർക്കറ്റ് മൂവ് ചെയ്യും എന്നുള്ളതിന്റെ എവിഡൻസ് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. അത് അഷ്യൂർ ചെയ്താൽ മാത്രമേ ആ തീരുമാനം എവിഡൻസ് ബേസ്ഡ് ആവുന്നുള്ളൂ. ഇപ്പൊ ഈ 2 തീരുമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു. ബാക്കി 2 തീരുമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. സ്റ്റോപ്പ് ലോസും എൻട്രിയും. ഇതേപോലെ നിങ്ങൾക്ക് അവിടെയും എവിഡൻസ് എങ്ങനെ കണ്ടെത്താന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഡൈവേഴ്സിഫൈ ചെയ്യുക, അതേപോലെ തന്നെ റിസ്ക് മാനേജ് ചെയ്യുക. എവിടെയാണ് ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത്? ഈ ബയസിനെ മറികടക്കാനുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈപ്പ് ഓഫ് ട്രേഡിംഗ് സ്റ്റൈലാണ്, സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തൊരു ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യുക. നിങ്ങൾ 1 ലക്ഷം ക്യാപിറ്റൽ ഉള്ള ഒരാള് കുറെ സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത കുറെ ട്രേഡുകൾ ചെയ്യുകയാണെങ്കിൽ ആ 1 ലക്ഷത്തിൽ എത്ര ശതമാനം റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടോ അത്രയാവണം അതിൽ നിങ്ങൾ ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ പല ഇൻസ്ട്രുമെന്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ പല ഇൻസ്ട്രുമെന്റിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുക. പ്രത്യേകിച്ച് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ കൃത്യമായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ അവിടെയാണ് നമ്മുടെയൊക്കെ മെമ്പേഴ്സിന്, യൂട്യൂബ് മെമ്പേഴ്സിന് നമ്മൾ ഷെയർ ചെയ്യുന്ന ഡിസ്കോഡിലൂടെ ഷെയർ ചെയ്യുന്ന ട്രേഡുകളിൽ നമ്മൾ വെച്ചിട്ടുള്ള ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് അവരുടെ ക്യാപിറ്റലിന്റെ 5% കൂടുതൽ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പൊ 20 സ്റ്റോക്കുകളിലേക്ക് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഡൈവേഴ്സിഫൈ ചെയ്തിട്ട്. അപ്പൊ ഇതിൽ പല ഡിസിഷനുകളും തെറ്റിപ്പോയാലും, എത്ര അനാലിസിസ് ചെയ്താലും അതിൽ ഏത് ഡിസിഷനും ഏത് സ്റ്റോക്കും നാളെ ബാങ്ക്രപ്റ്റ് ആവാം. അപ്പൊ ഇതിൽ പല ഡിസിഷൻസ് തെറ്റിയാൽ പോലും അവരുടെ ക്യാപിറ്റൽ സേഫ് ആയിരിക്കും. ഓക്കെ,
ഇത് പറഞ്ഞ കൂട്ടത്തിൽ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് മാർക്കറ്റ് താഴേക്കായപ്പോൾ നമ്മളെ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കുറഞ്ഞിരുന്നു. എന്നാൽ മാർക്കറ്റിൽ ചെറിയ റാലി തന്നപ്പോഴേക്കും ആ സമയത്തും നമ്മൾ ചെറിയ ട്രേഡിന്റെ എണ്ണം കുറഞ്ഞെങ്കിൽ ആഴ്ചയിൽ 2 സ്റ്റോക്കുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പോന്നിരുന്നു. അപ്പൊ തുടർച്ചയായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്ത് തുടങ്ങി. മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഇനിയും മുകളിലാണെങ്കിൽ പലതും ഇനിയും ബുക്ക് ചെയ്യും. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ മെമ്പർഷിപ്പിൽ, യൂട്യൂബ് മെമ്പർഷിപ്പിൽ താല്പര്യമുള്ള, വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിലേക്ക് നമ്മുടെ യൂട്യൂബിൽ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം. അപ്പൊ അവിടെ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു 40 മുതൽ 60% റിട്ടേൺ ആണ് ആനുവലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ 48% റിട്ടേൺ ഉണ്ടാക്കി. അതിന്റെ പ്രോഫിറ്റ് ഒക്കെ ഷെയർ ചെയ്യുന്ന ഇത് നമ്മൾ പ്രീവിയസ് വീഡിയോകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ അതൊന്ന് മെമ്പർഷിപ്പ് ഒന്ന് ട്രൈ ചെയ്യുക. ലോങ് റണ്ണിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. കുറച്ച് 3-4 മാസം നോക്കിയിട്ട് ഇട്ട് പോകുന്ന ആളുകളാണ്. ഇപ്പൊ നമ്മൾ ജനുവരി ഫെബ്രുവരിയിലൊക്കെ നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് കുറഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്ത് പോയി. പക്ഷെ അന്ന് മുതൽ അതിന്റെ മുമ്പേ തുടക്കത്തിൽ നിന്ന് ഇപ്പോഴും നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ അന്നൊക്കെ വാങ്ങിച്ച സ്റ്റോക്കുകൾ ഇപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തുടങ്ങും. അവർ ലോസ് ഉള്ള സമയത്ത് പോയി, പ്രോഫിറ്റ് ഉള്ള സമയത്ത് ഉണ്ടാവില്ല. അങ്ങനെ ചില ആളുകൾ വന്ന് പോകാറുണ്ട്. അങ്ങനെ ആവരുത്. നിങ്ങൾ ലോങ് റണ്ണിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് ഉള്ളവർക്ക് അതിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ റിസ്ക് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഈ പറഞ്ഞ ഇല്യൂഷൻ ഓഫ് കൺട്രോൾ ബയസിനെ മറികടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി റിസ്ക് മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ട്രേഡില് അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി ട്രേഡിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്പ് ട്രേഡുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. എല്ലാ ട്രേഡിലും ഒറ്റ റിസ്ക് മെയിൻറ്റെയിൻ ചെയ്യുക. 1000 rupees ആണ് ഒരു ട്രേഡിലെ റിസ്ക് എങ്കിൽ, അല്ലെങ്കിൽ 500 ആണ് ഒരു ട്രേഡിലെ റിസ്ക് എങ്കിൽ, എല്ലാ ട്രേഡിലും 500 റിസ്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ അവിടെ ആ രീതിയിലാണ് റിസ്കിനെ നിങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത്. അങ്ങനെ മാനേജ് ചെയ്യുമ്പോൾ അവിടെ റിസ്കിനെ ഇഗ്നോർ ചെയ്യാനുള്ള ഈ കോഗ്നിറ്റീവ് ബയസിന്റെ ഒരു ടെൻഡൻസി നേരത്തെ നമ്മൾ ഡീറ്റെയിൽ ചെയ്തപ്പോൾ പറഞ്ഞു. ആ ടെൻഡൻസിയെ നിങ്ങൾക്ക് ഈ ഒരു ഫിക്സഡ് പാറ്റേൺ ഒരേ രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കുക. എപ്പോഴും 500 അതിങ്ങനെ യാന്ത്രികമായിട്ട് നിങ്ങൾ ചെയ്തു പോകും. അപ്പൊ ആ പാറ്റേണിനെ ഈ ഒരു ഹാബിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും എന്നുള്ളതാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരുന്നു. വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ ഇത് മറികടക്കാൻ വേണ്ടി നിങ്ങൾ ഇത് ചെയ്തോളൂ. അടുത്ത ഒരു 100 ട്രേഡിനെ, ആ 100 ട്രേഡിലെ നിങ്ങളുടെ മേജർ ഡിസിഷനെ നിങ്ങൾ ട്രാക്ക് ചെയ്യുക, എഴുതി വെക്കുക. ഈ മേജർ ഡിസിഷൻ ഏതൊക്കെയാണ്? 4 ഡിസിഷൻ ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ് ഡിസിഷൻ എന്നുള്ളത് ഓർത്ത് നോക്കുക. ആ 4 ഡിസിഷനെയും നിങ്ങളൊരു ചെക്ക് ലിസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് 100 ദിവസത്തേക്ക് ഈ 4 ഡിസിഷൻ നിങ്ങൾ ഒരു ഗട്ട് ഫീലിംഗിന്റെ പുറത്താണോ എടുത്തത്? ഇതിൽ ഏതെങ്കിലും ഡിസിഷൻ, പ്രോഫിറ്റ് ബുക്കിംഗ് ആവാം, എൻട്രി ആവാം, അതോ അത് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ 2 ട്രേഡ് എടുത്താൽ ഒരു ട്രേഡിൽ 4 ഡിസിഷൻ, 2 ട്രേഡിൽ 8 ഡിസിഷൻ വരും അല്ലെ? ആ 8 ഡിസിഷനിൽ എത്ര ഡിസിഷൻ നിങ്ങൾ ഗട്ട് ഫീലിംഗിന്റെ പുറത്തെടുത്തു, എത്ര ഡിസിഷൻ നിങ്ങൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുക. കുറച്ച് ദിവസം ഇങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു അത്ഭുതം സംഭവിക്കും. നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്യുന്നത് ഒരു അവയർനെസ്സോട് കൂടിയാണോ അല്ലയോ, അതോ ചില ഇമ്പൾസുകളുടെ പുറത്താണോ നിങ്ങൾ ട്രേഡ് എടുക്കുന്നത് എന്നുള്ളത്. അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എൻട്രിയുടെ കാര്യത്തിൽ മാത്രമായിരിക്കും ഒരു ഇമ്പൾസീവ് ട്രേഡ് ചെയ്യുന്നുണ്ടാവുക, മറ്റു 2 കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടെ നിങ്ങൾ വീണ്ടും റിസർച്ച് നടത്തുക. ആ കാര്യത്തിൽ എങ്ങനെ ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളത് നോക്കുക. അപ്പൊ അവിടെ നിങ്ങളുടെ എൻട്രി ക്രൈറ്റീരിയ വീണ്ടും നിങ്ങൾ റീഡിഫൈൻ ചെയ്ത് നിങ്ങൾക്ക് തെളിവ് നൽകുന്ന രീതിയിലേക്ക്, വിജയിക്കുമെന്ന് തെളിവ് നൽകുന്ന രീതിയിലേക്ക് നിങ്ങൾ അതിനെ മാറ്റിയെടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബയസിനെ വളരെയധികം ഒന്നും സമയം എടുക്കാതെ തന്നെ മറികടക്കാൻ പറ്റും. ഒരു ട്രേഡർ എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഒക്കെ പിറകില്, ട്രേഡർ മാത്രമല്ല ഒരു മനുഷ്യ എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെ പിറകിലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. മനുഷ്യനൊരു ഫിയറുകളുടെ, പലതരത്തിലുള്ള ഫിയറുകളുടെ ഒരു കോമ്പിനേഷനാണ്. അവന്റെ ബേസിക് ഫിയറുകളുടെ ഒരു കോംബോ ആണ് അവന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട്, റൂട്ട് ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള കൊഗ്നിറ്റീവ് ബയസുകൾ നമ്മൾ ഉണ്ടായി വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഒരു മൊമെന്ററി ഡിസിഷൻസിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്നത്. അപ്പൊ അത് എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളത്, അതിന്റെ റൂട്ട് മനസ്സിലാക്കിയിട്ട് അവിടെ റിപ്പയർ ചെയ്തുകൊണ്ട് ആ ഇന്നർ പ്രോഗ്രാം ചേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക. ആ രീതിയിൽ ഒരു ട്രേഡറുടെ ഇന്നർ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന, അവരുടെ ഇന്നർ പ്രോഗ്രാം ചേഞ്ച് ചെയ്യുന്ന 1-on-1 സൈക്കോളജി മെന്റർഷിപ്പ് നമ്മൾ നടത്തി വരുന്നുണ്ട്. അപ്പൊ ആ 1-on-1 സൈക്കോളജി മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് 2-3 മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ ഡീറ്റെയിലും കൂടെ കണ്ടിട്ട് മാത്രം
വീഡിയോ എക്സിറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്തെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ്ട. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് എന്തെങ്കിലും ടോപ്പിക്കുകൾ വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ അത് കമന്റ് രൂപത്തിൽ പറയാം. ഇപ്പം ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അതും കമന്റിലൂടെ രേഖപ്പെടുത്താം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കുന്നു. ഒപ്പം നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളുടെ ഫീഡ്ബാക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സീ യു. ഓക്കെ, ഇനി നമ്മുടെ സൈക്കോളജി 1-on-1 മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. എന്താണ് പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്? ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസം വരെ ഇന്ത്യയിൽ ട്രേഡേഴ്സിന്റെ സൈക്കോളജി ചേഞ്ച് ചെയ്യാനുള്ള ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള 1-on-1 പ്രോഗ്രാമുകൾ, 1-on-1 ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഇല്ല. ഇത് തന്നെയാണ് ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആരാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്ത് പ്രശ്നമുള്ള ആളുകളാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക്, എന്ത് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇതിന് കിട്ടുക? സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു ട്രേഡിംഗിൽ വിജയിക്കാൻ വേണ്ടത് പ്രധാനമായിട്ടും 80% സൈക്കോളജി, 20% സ്ട്രാറ്റജി. നമ്മളെപ്പോഴും പറയാറുണ്ട്, സൈക്കോളജിയാണ് നിങ്ങളെ പ്രശ്നം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു റൂൾ സെറ്റ് ചെയ്യും. ഒരു ദിവസം ഒരു ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡ് എന്നൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷെ പിന്നെ റൂൾ ബ്രേക്ക് ചെയ്യും. ചിലർക്ക് ഓവർ ട്രേഡ് ആണ്, റിവഞ്ച് ട്രേഡ് ചിലരുടെ പ്രശ്നമാണ്. ചില ആളുകൾക്ക് ടാർഗറ്റ് ഒക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ മുഴുവൻ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യില്ല, നേരത്തെ എക്സിറ്റ് ചെയ്യും. ചില ആളുകൾ സ്റ്റോപ്പ് ലോസേ വെക്കില്ല, ചില ആളുകൾ സ്റ്റോപ്പ് ലോസ് വെക്കും, പിന്നെ അത് എഡിറ്റ് ചെയ്യും. അങ്ങനെയുള്ള പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസിന്റെ ഒക്കെ റൂട്ട് കോസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ടാണ്, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ് ഇതെല്ലാം. അപ്പൊ 2 കാര്യങ്ങളാണ് നമ്മളവിടെ മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട്. അപ്പോൾ ട്രേഡിംഗ് റിലേറ്റഡ് തോട്ട് മാറണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം. അപ്പൊ ആ നോളജിൽ ഫോക്കസ് ചെയ്യണം. പിന്നെ ബിഹേവിയർ ആണ്. അപ്പൊ ബിഹേവിയർ മാറ്റണമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കലി നിങ്ങളുടെ ന്യൂറൽ പാത്വേകളെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള സയൻസ് ബേസ്ഡ് ഉള്ള എക്സസൈസുകൾ, സൈക്കോളജിക്കൽ എക്സസൈസുകൾ തന്നുകൊണ്ട് ആ ബിഹേവിയറിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നു. ആദ്യം പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഒരു ഘട്ടത്തിലൊക്കെ ഇവിടെ ആ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്സിന്റെ ചില കളികൾ ഉണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അത് നമ്മൾ ഈ 1.5 വർഷം കൊണ്ട് 30ഓളം പേർക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഫേസ് കഴിയുമ്പോഴേക്കിന് തന്നെ ആ മാത്തമാറ്റിക്കൽ പെർസെപ്ഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ ഒരു 50-60% ആളുകളുടെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് നമ്മൾ ഈ 30ഓളം ആളുകൾക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഈ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രോഗ്രാമിലുണ്ട്. മൊത്തം വലിയ പ്രോഗ്രാമിന് 3 ഫേസ് ഉണ്ട്, പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ ആദ്യത്തെ ഭാഗത്തിൽ നമ്മളൊരു ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്നത് പോലെയാണ് അപ്രോച്ച് ചെയ്യുക. അപ്പൊ അവിടെ ഒരു ബിസിനസ് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഒരു ബിസിനസ് നമ്മൾ സയന്റിഫിക് ആയിട്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ സാപ്പേ എന്ന് പറയും സർവേ ചെയ്ത്, അനാലിസിസ് ചെയ്ത്, ആ ബിസിനസ് പ്ലാൻ ചെയ്ത്, അതിനെ എക്സിക്യൂട്ട് ചെയ്ത്, അതിനെ ഇവാലുവേറ്റ് ചെയ്ത്, അത് കറക്റ്റ് ചെയ്ത്, അതിനെ മോണിറ്റർ ചെയ്ത് അങ്ങനെ പോകും. അപ്പൊ അങ്ങനെ പോകുന്ന അതിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ആ സർവേ, അനാലിസിസ്, പ്ലാനിങ് എന്ന് പറയുന്ന ബിസിനസ്സിൽ ചെയ്യുന്ന അതേ കാര്യം നമ്മൾ ട്രേഡിങ്ങിനെയും ഒരു ബിസിനസ് ആയിട്ട് കണ്ടുകൊണ്ട് ട്രേഡിങ്ങിലെ ആദ്യത്തെ ഫേസിൽ നമ്മൾ ചെയ്യും. അപ്പൊ പലർക്കും ഇതിലൊരു പ്രോസസ്സും സിസ്റ്റവും ഒന്നും ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് ആളുകൾ പരാജയപ്പെടുന്നത്. അപ്പൊ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യും. പിന്നെ 2ാമത്തെ ഘട്ടം വരുമ്പോൾ അവിടെയാണ് നമ്മൾ സൈക്കോളജിക്കൽ എലമെന്റുകളിലേക്ക്, സൈക്കോളജിക്കൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്, സൈക്കോളജിക്കൽ എക്സസൈസിലേക്ക് കിടക്കുന്നത്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്യുന്നത്, ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ എക്സസൈസുകൾ ചെയ്യുന്നത്, അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങളുടെ സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ നടത്തി നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലേക്ക് ചില മൊഡ്യൂളുകൾ ചിലർക്ക് ആഡ് ചെയ്തും ഒഴിവാക്കിയും ഒക്കെയാണ് ഇത് മുന്നോട്ട് പോവുക. അപ്പൊ അത് സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ വരുന്നത് വലിയ പ്രോഗ്രാമിലാണ്, 2 മന്ത് പ്രോഗ്രാമിലാണ്. നമുക്ക് 2 മന്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, 1 മന്തിന്റെ പ്രോഗ്രാം ഉണ്ട്, 3 വീക്കിന്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുക. ഏറ്റവും എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ബെസ്റ്റ് പ്രോഗ്രാം 2 മന്ത് പ്രോഗ്രാം ആണ്. അതാണ് കംപ്ലീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൽ വളരെയധികം സമയം കിട്ടും. നിങ്ങൾ ട്രേഡ് എടുക്കുകയും ആ ട്രേഡിനെ പിന്നീട് നമ്മൾ ട്രേഡ് എടുക്കേണ്ട രീതി ആദ്യം സെറ്റ് ചെയ്യും. പിന്നീട് നിങ്ങൾ ട്രേഡ് എടുത്ത് ഓരോ ദിവസവും ആ ട്രേഡ് ഡിസ്കസ് ചെയ്യും, അവിടെ വന്ന പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യും. ആ പ്രശ്നങ്ങളിൽ എന്തൊക്കെയാണ് അവിടെ സൈക്കോളജിക്കൽ എലമെന്റുകൾ വർക്ക് ചെയ്തെന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യും. എക്സസൈസുകൾ തന്നത് അതിൽ എന്തെങ്കിലും വേണ്ടത്ര റിസൾട്ട് ഇല്ലെങ്കിൽ എക്സസൈസുകൾ മാറ്റി, അങ്ങനെയൊക്കെ സിസ്റ്റമാറ്റിക്കലി മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണിത്. നിങ്ങൾ എന്ത് പ്രശ്നമായിട്ടാണോ വന്നത് ആ പ്രശ്നം നമ്മുടെ പ്രോഗ്രാം തീരുമ്പോഴേക്കും നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ നമ്മൾ മാറ്റിയെടുത്തിരിക്കും. നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ മാറ്റിയെടുക്കുന്നതിലൂടെ, നിങ്ങളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഏതൊരാളെയും പ്രോഫിറ്റിലാകാൻ സഹായിക്കുക എന്നുള്ളതാണ് പ്രോഗ്രാമിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ കറക്റ്റ് ആവുന്നതിലൂടെ നിങ്ങൾ പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സൈക്കോളജി, നിങ്ങളുടെ സ്ട്രാറ്റജി പലർക്കും വളരെ കംഫർട്ടാണ്, അറിയാമെന്നൊക്കെ തോന്നുന്നെങ്കിലും നിങ്ങളുടെ സ്ട്രാറ്റജിയിലും പല കാര്യങ്ങൾ ഇനിയും നിങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. അതൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി തരും ആദ്യത്തെ ഫേസിൽ. ഇങ്ങനെയാണ് പ്രോഗ്രാമിന്റെ ഒരു എൻറ്റയർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ അപ്പൊ ഇതിൽ എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരണം, എന്താണ് എൻ്റെ എലിജിബിലിറ്റി? വർഷങ്ങളായിട്ട് ട്രേഡിങ്ങിലുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 5 വർഷമാകുന്നു ഞാൻ.
ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ, പേഴ്സണൽ കോച്ച് എന്നുള്ള രീതിയിൽ, കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന സൈക്കോളജിയുടെ ബേസിലാണ് പേഴ്സണൽ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട്. അപ്പൊ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജ്വൽ സ്കില്ലും അതേസമയം ഒരു ബിസിനസ്സും. അപ്പൊ ബിസിനസിന്റെ ആസ്പെക്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ബിസിനസിന്റെ ആസ്പെക്റ്റിലുള്ള എന്റെ എക്സ്പീരിയൻസ്, ഞാനൊരു ബിസിനസ് കൺസൾട്ടന്റ് കൂടിയായിരുന്നു. ട്രേഡിംഗിലേക്ക് വരുന്നതിന് മുമ്പും ട്രേഡിംഗ് ചെയ്തിരുന്ന ആദ്യ കാലഘട്ടത്തിലും നമ്മൾ പാരലായിട്ട് കൺസൾട്ടൻസി ചെയ്തിരുന്നു. പേഴ്സണൽ കൗൺസിലിംഗും നമ്മൾ സജീവമായിട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇത് ഈ രണ്ട് എലമെന്റുകൾ ചേർന്നതായതുകൊണ്ട് ഈ രണ്ട് എലമെന്റിലും എനിക്ക് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഇതേ പ്രോഗ്രാം വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് 1-on-1 സൈക്കോളജി കൗൺസിലിംഗ് മെന്റർഷിപ്പ് അവൈലബിൾ ആണെങ്കിൽ പോലും വൈ യു ഹാവ് ടു ചൂസ് മീ എന്നുള്ളതിന്റെ ആൻസർ അതാണ്. ഈ രണ്ട് മേഖലയിലും പേഴ്സണൽ കൗൺസിലിംഗിലുള്ള എന്റെ പരിചയം, ബിസിനസ്സിലുള്ള എന്റെ പരിചയവും നിങ്ങളെ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതിൽ, നിങ്ങൾക്ക് തരുന്നതിനൊക്കെ. ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ലൈവ് ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ട്രേഡുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കാണാം. പിന്നെ നമ്മുടെ ഡിസ്കൗണ്ടിൽ മെന്റർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്ക് അറിയാം. അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ പ്രോഫിറ്റിലാണോ എന്നുള്ള ചോദ്യമൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം നമ്മൾ 50% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിസ്കൗണ്ടിൽ ആ ട്രേഡുകൾ ഷെയർ ചെയ്യാറുണ്ട്. അത് മേജർലി പൊസിഷണൽ സ്വിംഗ് ട്രേഡുകളാണ്. അപ്പൊ ഇതാണ് മൊത്തത്തിൽ എന്നെ പറ്റിയിട്ടും പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി നിങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളതിന്റെ ഫീഡ്ബാക്കും കൂടെ നിങ്ങൾ കാണാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. ഈ ഫീഡ്ബാക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഒരു 1 ഡേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇത് കൊള്ളാം അടിപൊളി എന്ന് ആളുകൾ പറയും. ഇത് അങ്ങനെയല്ല. നമ്മളെ പ്രോഗ്രാമിൽ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ 1.5 മാസം 2 മാസമൊക്കെ അവർ ട്രേഡ് ചെയ്യുന്നുണ്ട് വലിയ പ്രോഗ്രാമിൽ. അപ്പൊ ട്രേഡ് ചെയ്ത് ആ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴാണ് ഫീഡ്ബാക്ക് എടുക്കുക. അപ്പൊ 2 മാസമൊക്കെ നമ്മുടെ കൂടെ നിന്ന് ട്രേഡ് ചെയ്ത് അവർ എന്ത് ബിഹേവിയർ ആയിട്ട് വന്നു പോകുമ്പോൾ ആ ബിഹേവിയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ഫീഡ്ബാക്കുകൾ കണ്ടാലും അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചധികം നീണ്ടുപോയെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കണം താല്പര്യമുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രോഗ്രാമിലേക്ക് താഴെ ഞാൻ അതിന്റെ ടെലഗ്രാം ID കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് അയച്ചുകൊണ്ട് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പറും നമ്മൾ ഈ വീഡിയോയുടെ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മിനിമം ഒരു 2-2.5 ലക്ഷം ക്യാപിറ്റലൊക്കെ ഉള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ വെറുതെ ഇപ്പൊ 20,000-25,000 രൂപ ക്യാപിറ്റൽ വെച്ചതുകൊണ്ട് നമ്മുടെ സൈക്കോളജി ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ വളരെ ഹാർഡാണ് അത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കാം. ഓക്കെ.